പാടാൻ ഒരുപാട് വേദികൾ കിട്ടി. മറ്റുള്ളവർ പാടിയ പാട്ടുകൾ സ്വന്തം ശബ്ദത്തിൽ ആവർത്തിക്കുകയായിരുന്നു അന്നൊക്കെ. ഭക്തിഗാനങ്ങളിലൂടെയായിരുന്നു ഗായകനെന്ന നിലയിൽ ജോളി എബ്രഹാമിന്റെ കരിയർ ആരംഭിക്കുന്നത്. അപ്പോഴും സിനിമയുടെ ലോകം വളരെ അകലെയായിരുന്നു. സിനിമാക്കാർ ആ പുതുശബ്ദത്തെ ശ്രദ്ധിച്ചിട്ടും സിനിമയിലേക്കൊരു അവസരം ഒരുങ്ങി വരാൻ കുറച്ചൊക്കെ കാത്തിരിക്കേണ്ടി വന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അവിടെ ഒരു ഫംഗ്ഷന്, തേവര കോളേജിലെ ഫംഗ്ഷന് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തത് വയലാർ രാമവർമ്മ, പുള്ളീനെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. ആ സമയത്ത് പുള്ളി വന്നപ്പോൾ ഞാൻ അവിടുത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. പുള്ളീനെ ഈ വയലാർ രാമവർമ്മ അദ്ദേഹത്തിനെ ഞങ്ങൾ ക്ഷണിച്ചു. അവിടുത്തെ ആർട്സ് ക്ലബ് ഇനാഗുറേഷന് വന്നപ്പോൾ പുള്ളി എൻ്റെ പാട്ട് കേട്ടതിന് ശേഷം പുള്ളിയും നല്ലൊരു അപ്രീസിയേഷൻ പറഞ്ഞു. ജോളി നല്ല ഭാവിയുണ്ട്, ജോളിക്ക് നന്നായിട്ട് പാടാൻ കഴിയും, സിനിമയിൽ പാടാൻ കഴിയും, അങ്ങനെയാണ്. അതിനുശേഷം ഒരിക്കൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, ദക്ഷിണാമൂർത്തി സാറും വന്നിരുന്നു ഒരിക്കൽ. അദ്ദേഹം പാട്ട് കേട്ടിട്ട് പറഞ്ഞു എന്നെ, ഈ നല്ല വോയിസാണ്, പാടാൻ കഴിവുണ്ട് എന്നൊക്കെ. അങ്ങനെ കലാമലി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്രിസ്മസ് ടൈമിൽ ഒരു 4 പാട്ട് റെക്കോർഡ് ചെയ്യാനുള്ള HMVയിൽ, ഗ്രാമഫോൺ കമ്പനി ഓഫ് ഇന്ത്യ മദ്രാസിൽ HMVയിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ആ അവസരം എങ്ങനെയാണെന്ന് വെച്ചാൽ 2 പാട്ട് ദാസിയേട്ടനും 2 പാട്ട് ഞാനും, അങ്ങനെ ഒരു പ്രോജക്റ്റായി 4 സോങ്. അത് എനിക്ക് വലിയൊരു റെക്കഗ്നീഷനായി. കാരണം വെച്ചാൽ 2 പാട്ട് ദാസിയേട്ടൻ്റെ കൂടെ, ദാസിയേട്ടൻ 2 പാട്ട് പാടും, ഞാൻ 2 പാട്ട് പാടുന്നു എന്നുള്ള ആ ഒരു ചാൻസ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മദ്രാസിൽ വന്നു. അന്ന് HMVയിൽ പാടി, 2 പാട്ട് ഞാൻ പാടി. അപ്പം ഞാൻ പാടിയ പാട്ട് വെള്ളമെടുത്തു പെൺകച്ചയുമറയിൽ ചുറ്റി മിശിഹാദൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, പാദങ്ങൾ കഴുകി. ഗാനമേളകളുമായി ജോളി എബ്രഹാം തിരക്കിലായിരുന്നു. അക്കാലത്താണ് മദ്രാസിലൊരു ജോലി തരപ്പെടുന്നത്. സംഗീതവുമായി ബന്ധപ്പെട്ട ജോലിയായിരുന്നു അത്. സംഗീതത്തെ ഹൃദയത്തിൽ കൊണ്ടുനടന്ന ജോളി സന്തോഷത്തോടെ ആ തൊഴിൽ സ്വീകരിച്ചു. സിനിമയിലേക്ക് ഈ ഗായകന്റെ വഴി തുറക്കപ്പെടുകയായിരുന്നു. ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അപ്ലോസ് കിട്ടുമ്പോഴുള്ള സന്തോഷം, അതൊരു വലിയ സന്തോഷം. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതിൻ്റെ കൂടെ നമുക്ക് പണവും കിട്ടുമ്പോൾ അത് കൂടുതൽ സന്തോഷം. അങ്ങനെ ഐ വാസ് എൻജോയിങ് മൈ ലൈഫ് ദ. അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ ഇങ്ങനെ പ്രോഗ്രാമെല്ലാം നടത്തി. എനിക്ക് ഒരു ഓർക്കുന്നു, ചേർത്തല ഒരു സ്ഥലത്തൊരു ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞാനൊരു വീട്ടിൽ ഇങ്ങനെ ഡിന്നറിന് ചെന്നിരിക്കുമ്പോൾ ഞാനാണല്ലോ അവിടുത്തെ അന്നത്തെ മെയിൻ ഗസ്റ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മെയിൻ ഗസ്റ്റായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു കാരണവർ വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു, ജോളി എബ്രഹാം എന്ത് പഠിച്ചു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം പിന്നീട് ചോദിച്ചത്, വേറെ ജോലിക്കൊന്നും ട്രൈ ചെയ്തില്ലേ? അപ്പോൾ ആ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് അതായത് വേറെ ജോലിക്കൊന്നും ട്രൈ ചെയ്ത് എനിക്ക് ജോലി കിട്ടാഞ്ഞിട്ട് നീ ഈ പണിക്ക് നടക്കുവാണോ അന്ന്, അങ്ങനത്തെ ഒരു ഇൻഫീരിയർ ഫീലിംഗ് അദ്ദേഹത്തിനുണ്ടായിട്ടാണോ അങ്ങനെ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ത് കാരണവശാലും എനിക്ക് അതൊരു ഒരു മനപ്രയാസം ഉണ്ടായി. എന്താണ് അങ്ങനെ അങ്ങനെ അദ്ദേഹം ചോദിക്കാൻ കാരണം എന്നുള്ളത്. അതുകൊണ്ട് അന്ന് എനിക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം പോലും മര്യാദ കഴിക്കാൻ പറ്റിയില്ല. എൻ്റെ മനസ്സിൽ അത് ഉള്ളിൽ തട്ടി. അതിനുശേഷം എന്ത് പറയുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ മദർ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ ആരുടെയെല്ലാം പാട്ടെല്ലാം പാടി, നീ ആക്ച്വലി യു ആർ ഡൂയിങ് എ മിമിക്രി. ആരെങ്കിലും പാടിയ പാട്ട് നീ പാടുന്നു, അതനുസരിച്ചിട്ട് നീ ഇങ്ങനെ പണം ഉണ്ടാക്കി ഇങ്ങനെ നടക്കുന്നു. നിൻ്റേതായ എന്തെങ്കിലും ഇൻഡിവിജ്വാലിറ്റി നിനക്ക് സിനിമയിലുണ്ടോ? അപ്പോൾ ആ സ്ഥിതിക്ക് പിന്നെ അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ അത് ശരിയാണല്ലോ എന്നൊരു തോന്നൽ. അന്ന് മുതൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി ചെയ്യണം, എന്നിട്ട് റിസൈൻ ചെയ്യണം, അതിനുശേഷം സിനിമയിൽ പാടണം. ഇതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. സിനിമയിൽ തന്റെ സ്വരം ഉപയോഗപ്പെടുത്തുന്ന കാലം ഉണ്ടാകില്ല എന്ന് കരുതിയിരുന്ന കാലത്താണ് അപ്രതീക്ഷിതമായി ജോളിക്ക് ഒരവസരം മുന്നിൽ തെളിഞ്ഞു വന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ താൽപര്യപ്രകാരമായിരുന്നു ആ അവസരം. ശ്രീകുമാരൻ തമ്പിയുടെ കാവ്യഭാവന തൊട്ട വഴികൾ മധുരമായി പാടി
ജോളി എബ്രഹാം അങ്ങനെ ചലച്ചിത്ര ലോകത്തിലേക്ക് ആനയിക്കപ്പെട്ടു. വെള്ളിത്തിരയിലെ അന്നത്തെ നക്ഷത്രമായിരുന്ന പ്രേം നസീറിനു വേണ്ടിയായിരുന്നു ആദ്യമായി ജോളി എബ്രഹാം പാടിയത്. ജയിക്കാനായി തന്നെ ജനിച്ചവനായി ജോളി എബ്രഹാം. ഇക്കാലം അത്രയും തോറ്റുകൊടുക്കേണ്ടി വന്ന ഒരു ഗായകന് പിന്നീട് അങ്ങോട്ടുള്ള നാളുകൾ ജയത്തിന്റെ നാളുകളായി. അതോടൊപ്പം അന്നുവരെ സിനിമയിൽ കേൾക്കാത്ത വേറിട്ടൊരു ശബ്ദത്തിന്റെ ഉടമയായി മാറി ജോളി എബ്രഹാം.